അച്ഛാ, ഇവിടെ ഗവൺമെന്റ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ ഒക്കെ ആയിട്ടുണ്ട്. നാളെയാണ് ഇന്റർവ്യൂ. അച്ഛൻ കൂടെ വരുമോ? ഗവൺമെന്റ് കോളേജാ? അത് ശരിയാവുന്നില്ല. നിനക്ക് പറഞ്ഞാൽ ഞാൻ പ്രൈവറ്റിൽ നോക്കിയിട്ടുണ്ട്. ഇത്രയും നാൾ ഞാൻ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ച് നിന്നെ എത്രയും ഡെവലപ്പ് ആക്കി എടുത്ത് എന്തിനാണ് ഗവൺമെന്റ് പോകാനാ? അത് ശരിയാവുന്നില്ല. എന്തു മോളെ വയ്യേ? ഓ, ചെറിയ പനി അച്ഛാ. ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ആലോചിക്കുക. ഗവൺമെന്റ് അത് ശരിയാവത്തൊന്നുമില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റൽ മനുഷ്യരായിട്ടുള്ളവർ പോകും. ഇവിടെ അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയി ഞാൻ. വാ. അച്ഛാ, എന്റെ വണ്ടി കംപ്ലൈന്റ് ആണ്. ഞാൻ ബസ്സിൽ പോണേ. ഗവൺമെന്റ് ബസ്സിലൊന്നും കയറണ്ട, ഞാൻ വേറെ വണ്ടി വിളിച്ചിട്ട് തരാം. ഗവൺമെന്റ് ഒന്നും ശരിയാവില്ല. മോളെ നടച്ചടി. അച്ഛാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് പറ്റി? അച്ഛാ, എനിക്ക് ഒരാളെ ഇഷ്ടമായി. പുള്ളിക്കും എന്നെ വലിയ കാര്യമാണ്. പിന്നെ അച്ഛൻ്റെ അടുത്ത് പറയാൻ വേണ്ടി. ആരാടി പയ്യൻ? ആളിവിടെ കാഞ്ഞിരംകുളത്തുള്ളതാ. ട്രിവാൻഡ്രത്ത് ഒരു ബൈക്ക് ഷോറൂമിൽ വർക്ക് ചെയ്യുന്നു. ബൈക്ക് ഷോറൂമിലാ? പ്രൈവറ്റാ? അതിവിടെ നടക്കൊന്നുമില്ല, ഞാൻ സമ്മതിച്ചില്ല. എന്തച്ഛാ? എന്തെന്നാ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ പ്രൈവറ്റ് കോളേജിലൊക്കെ വിട്ട് പഠിപ്പിച്ച എന്തിനാണ് ഇത്രയും നല്ല വിദ്യാഭ്യാസമൊക്കെ തന്നത്? പഠിപ്പിച്ച് നല്ലൊരു ഗവൺമെന്റ് ജോലിക്കാരനെ കെട്ടിച്ചു വിടാനാണ്. എന്നിട്ട് അവൾ കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കണം കണ്ട പ്രൈവറ്റുകാരന്മാരെ. ഞാൻ സമ്മതിച്ചിട്ടില്ല. അച്ഛന് ഗവൺമെന്റ് ഒന്നും കേട്ടാലേ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ വന്നപ്പോ ഞാൻ വേണ്ടെന്ന് വെച്ചത്. ഗവൺമെന്റ് ജോലി എന്ന് പറയുമ്പോ എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ ലൈഫ് സെറ്റിൽ അല്ലേ? എന്റെ അച്ഛന് ഇഷ്ടമില്ല. എന്റെ അച്ഛൻ സമ്മതിക്കേയില്ല. ഗവൺമെന്റ് എന്ന് കേട്ടാലേ അച്ഛൻ കഴിയാണ്. എന്നിട്ട് അച്ഛന് പ്രൈവറ്റ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രൈവറ്റുകാരനെ കണ്ടുപിടിച്ചപ്പോ അച്ഛൻ ഇങ്ങനെ പറയണം. ഞാൻ ഇനി എന്തിനു ചെയ്യൂ? എന്നെ കൊല്ല് 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 കൊല്ല്. എന്താ അവിടെ ഒരു പട്ടിയുടെ സൗണ്ട്?